ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന അധ്യക്ഷത്തിന് ഡൽഹിയിലിരിക്കുന്ന കലാകാരന്മാരായ എല്ലാവർക്കും വിനീതമായ സംസ്കാരം. ഇപ്പോൾ ഇത്ര ഒരു വേദി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ കോഴിശ്ശേരിയിൽ നാം മഴയത്തിൽ എനിക്ക് സപ്പോർട്ടായി നിങ്ങളെല്ലാവരും കൂടെ നിന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ കവിതയെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് കൂടുതൽ പറയണമെന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ചിലപ്പോൾ വൈകിയേക്കാം കേൾക്കാൻ പറ്റും എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വലിയ കലാകാരനാണ്. കാരണം വിദ്യാഭ്യാസമൊക്കെ വളരെ അപൂർവമായിട്ട് വിദ്യാഭ്യാസമാണ്. അപ്പം നാണുമാഷ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ഒരു മനുഷ്യൻ്റെ മുന്നേറ്റം. ചില മനുഷ്യർക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം തുടങ്ങിപ്പോയതുകൊണ്ട് നമ്മുടെ പൊതുവേദിയിൽ അവർ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നത്. എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. കൂടുതൽ കഴിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ ഒരു കൂട്ടുകുടുംബത്തിൽ ആണ് ഞാൻ ജനിച്ചത്. വളരെ വിഷമിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഇത് പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹമായിട്ടുണ്ട്. പക്ഷേ സാഹചര്യം എന്നെ അനുവദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പ്രയത്നത്തിൽ ഞാൻ കുറെ മേഖലകളിൽ കഷ്ടപ്പെട്ട മേഖലകളാണ്. കാരണം പലർക്ക് തന്നെയായില്ല. തൊഴിൽ ജനിച്ചു വളർന്ന പലർക്കും തന്നെയാണ്. ഞാൻ ഏത് മേഖലയിലാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെറിയ പ്രവർത്തനത്തിൽ പോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെതിരായിട്ട് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ രീതിയിൽ ഞാൻ പറയുന്നില്ല. ഈ കൂട്ടത്തിൽ ഞാനതൊന്നും പറയുന്നില്ല. അവർക്കുള്ളൊരു മറുപടിയാണ് നിങ്ങളുടെ ഈ ഒത്തൊരുമ എന്ന് മാത്രമേ ഞാൻ പറയുന്നത്. പിന്നെ ഈ കവിത ആർത്തിയുടെ ആഴങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു പണത്തിനോടുള്ള ആർത്തി. അത് വേണം, പണം സമ്പാദിക്കുന്നത് ശരിയാണ്. പക്ഷേ അമിതമായ ആർത്തിയുടെ പിന്നിലേക്ക് പായുന്നതാണ്. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ മരണത്തിന് കീഴടങ്ങുന്നു. ചെറിയ അപൂർവം ജീവിതങ്ങളിൽ നിമിഷങ്ങൾ കൊണ്ട് ചിലപ്പം നമ്മൾ അയച്ചു പോകുന്നതാണ്. അത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഈ കവിതയ്ക്ക് ഞാൻ പറയുന്നത്. ഇപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ഒരു മഠം പ്രസിഡന്റ് ദിലീപൻ ഈ കവിതയുടെ പുസ്തകം തുറന്ന് ചെയ്തതിൽ അദ്ദേഹത്തോട് അതിയായ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത മുഴുവൻ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് ആ പേരെടുത്ത് പറഞ്ഞില്ല. രാഷ്ട്രീയ മേഖലകളിലും അതുപോലെ കലാപരമായ മേഖലകളിലുമുള്ള ഒട്ടനവധി പേര് ഇവിടെയുണ്ട്. നമ്മുടെ കലാകാര കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനത്തിൽ കൂടിയാണ് ഈ മുഹൂർത്തം ഇവിടെ നടന്നത്. ഈ കലാകാര കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം 24 പേരുണ്ട്. പക്ഷേ ആ കലാകാര കൂട്ടായ്മയ്ക്ക് ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഗവൺമെൻറ് അംഗീകാരം രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു സന്തോഷം ഉൾക്കൊള്ളുന്ന ഒരു വേദിയാണിത്. കൂടുതൽ ഞാനൊന്നും പറഞ്ഞ് ഈ വൈദ്യുതികളെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. സർക്കാർ ഉത്തരവാദിത്തം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.